ദൈവമേ കൈത്തൊഴാമിലേക്ക് ആചാരപ്പെരുമയിൽ വളരെ പ്രസിദ്ധമാണ് ഉത്തര മലബാറിലെ ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രം. സമീപ ദേശങ്ങളിലെ കാവുകളിലെയും കഴകങ്ങളിലെയും കളിയാട്ടങ്ങൾ ഉൾപ്പെടെ തുടങ്ങാൻ തിരിയും വിളക്കും നൽകുന്നത് ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിനു സമീപത്തെ കോവിലകത്തു നിന്നാണ്. കാസർഗോഡ് ജില്ലയിലെ ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദൈവമേ കൈത്തൊഴാമിൽ. ഏഴോടേഴല്ലോ ചൊവ്വ നാളല്ലോ ചൊവ്വ കൊണ്ടമ്മ പുലമ്പിക്കും നാളല്ലോ രാജാ കുടയല്ലോ പവിഴ കുടയല്ലോ കുടയമ്മ പിടിപ്പിക്കും നാളല്ലോ. ഉദിനൂർ ദേശത്തിന്റെ മഹിമയും ആരോഗ്യവും സമ്പന്നതയും കാത്തുരക്ഷിക്കുന്ന അള്ളട ദേശത്തിന്റെ അധിപനായാണ് ക്ഷേത്രപാലകൻ കുടികൊള്ളുന്ന ഉദിനൂർ ശ്രീ ക്ഷേത്രപാലക ക്ഷേത്രത്തിന്റെ സങ്കല്പം. ഉദിനൂരിന്റെ സാമൂഹ്യ സാംസ്കാരിക കാർഷിക മേഖലയിൽ നിർണായക സാന്നിധ്യമായിരുന്നു ക്ഷേത്രപാലക ക്ഷേത്രവും ആചാരങ്ങളും. ഉദിനൂർ ശ്രീ ക്ഷേത്രപാലക ക്ഷേത്രം എന്തർത്ഥത്തിലും ഒരു മഹനീയ സങ്കേതം തന്നെയാണ്, ഒരു ആരാധനാലയം തന്നെയാണ്. വടക്കേ മലബാറിൽ അതിപുരാതനമായ ക്ഷേത്രങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ മഹാക്ഷേത്രം. ശിവ അംശവും കാളരാത്രി അമ്മയുമാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ. എല്ലാ ജാതിമത വ്യവസ്ഥിതികൾക്ക് അതീതമായി ഒന്നിച്ചു ചേരുന്ന ഒരു ഇടമായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും. പുരാതന കാലങ്ങളിൽ ഇത് ചന്ദേരമടിയൻ തറവാട്ടുകാരുടെ ആയിരുന്നു ഇതിൻ്റെ ഭരണ സാരഥികൾ. അതിൽ നിന്ന് മാറി മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. ഇപ്പം നാട്ടുകാരാണ് ഇത് ഭംഗിയായി കൈകാര്യം ചെയ്തത്. ക്ഷേത്രപാലകനും കാളരാത്രി അമ്മയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. ക്ഷേത്രത്തിലെ ഏറ്റുമാടത്തിൽ ക്ഷേത്രപാലകൻ ഈശ്വരനും പള്ളിയറയിൽ മാതാവ് കാളരാത്രി അമ്മയും കുടികൊള്ളുന്നു. പടിഞ്ഞാറേ ഗോപുരത്തിന് പുറത്ത് കടലിലേക്ക് കണ്ണുനീട്ടിയിരിക്കുന്ന യോഗീശ്വരൻ കുടികൊള്ളുന്നു. സമീപത്തായി അള്ളട സ്വരൂപത്തിലെ കോവിലകം പഴമയിലും പ്രൗഢി മങ്ങാതെ നിലകൊള്ളുന്നു. ഇതിപ്പോൾ പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ്. 1200 മേലെ കൊല്ലമായി ഈ ക്ഷേത്രം നിർമ്മിതമായിട്ട് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ കാലമെന്ന് പറയുന്നത് ക്ഷേത്രപാലകൻ അല്ലോഹൻ എന്ന് പറയുന്ന അസുരനെ കൊന്നതും അതാണ് അള്ളടം നാട് എന്ന് പറയുന്നത്. അള്ളടം മുക്കാതമാണ് ഈ നാടിൻ്റെ ശരിക്കും അള്ളടം മുക്കാത നാട് ഭരിക്കുന്ന തമ്പുരാൻ എന്നാണ് ചരിത്ര രേഖകളിൽ പറയുന്നത്. മുമ്പ് കാലങ്ങളിൽ ഇവിടെ ഒരു നാടിൻ്റെ സകല സമ്പ്രദായങ്ങളെയും വിധികൽപ്പിക്കപ്പെടുന്ന നാട് ഉദിനൂര ഈ ക്ഷേത്രത്തിനാണ്. അത് നിങ്ങൾക്ക് അതിൻ്റെ തൊട്ട് പടിഞ്ഞാറ് ഭാഗം കാണാൻ കഴിയും ക്ഷേത്ര കൊട്ടാരം എന്നുള്ളത്. ക്ഷേത്ര കൊട്ടാരത്തിനകത്തിരുന്ന അതിൻ്റെ ജന്മികൾ അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് എന്താണോ ഈ നാടിനുണ്ടായിരുന്ന വ്യത്യസ്തമായ ഇടപെടലുകൾ അതിനൊക്കെ വിധി കൽപ്പിക്കപ്പെടുന്നവരായിരുന്നു. പിന്നീട് ഞങ്ങൾ ഭരണസമിതികൾ ചേർന്ന് കേരള പുരാവസ്തുവിനെ കൈമാറി. ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള കാവുകൾ വലിയ പാരിസ്ഥിതിക പ്രാധാന്യത്തോടെയാണ് ഭരണസമിതി സംരക്ഷിക്കുന്നത്. വെള്ളവേറൻ കടൽപ്പരുന്തിന്റെ ആവാസ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്ര പരിസരത്തെ കാവിനടുത്തുള്ള കൂറ്റൻ പൈൻമരം. ഇത്തരത്തിൽ അത്യപൂർവ ജൈവ സാന്നിധ്യത്തിന് സംരക്ഷണ കവചമായി കൂടി നിലകൊള്ളുകയാണ് ക്ഷേത്രപാലക ക്ഷേത്രമെന്ന ആത്മീയ പരിസരം. ക്ഷേത്രാരാധന മാത്രമല്ല ആത്മീയ രീതിയെന്ന് ബോധ്യപ്പെടുത്തുകയാണ് പല ക്ഷേത്രങ്ങളും. ശ്രീ ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രം നമ്മെ പഠിപ്പിക്കുന്നതും ഈ പരിസ്ഥിതി പാഠമാണ്. ഉദിനൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ ജെറിയോടൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.